അടുത്തത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ലേയേഴ്സ് ആണ്. അതായത് നമ്മളൊരു ഒബ്ജക്റ്റ് വരച്ചു, ആ ഒരു ഒബ്ജക്റ്റിനെ ഇനി എങ്ങനെയാണ് നമ്മൾ മൂവ് ചെയ്യുക എന്നുള്ളതാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ഈ ഒരു ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നതും ലെയർ ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ഇപ്പൊ നമ്മളൊരു വർക്ക് ചെയ്തു, ഞാനൊരു വർക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഞാനിവിടെ ഒരു വർക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത് സൺലൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാനാണ്, ഒരു ഓയിലിന്റെ ഒരു ക്യാനാണ്. ഇത് നമുക്ക് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഓയിൽ ക്യാൻ പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും നമ്മൾ ഫോട്ടോഷോപ്പിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് ആണ്. അപ്പോൾ ഇതിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇതിനൊക്കെ എല്ലാ പോർഷൻസിനെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതെല്ലാം സെപ്പറേറ്റ് നമ്മൾ വരച്ച് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ, ഇതാണ് നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സെപ്പറേറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതുപോലെ മൂവ് ചെയ്യാൻ പറ്റുന്ന സിംഗിൾ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പേജ് ഞാൻ ക്ലോസ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു A4 പേപ്പർ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു സെലക്ഷൻ കൊടുത്തു. ഈ ഒരു സെലക്ഷൻ കൊടുത്തു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതുപോലെ ഈ ഒരു സെലക്ഷൻ കൊടുത്ത് നേരെ കളർ കൊടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു ലെയറിലേക്കല്ല ക്രിയേറ്റ് ആവുന്നത്. ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് ലെയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് മസ്റ്റ് ആയിട്ട് ലെയറുകൾ വേണം. അപ്പം ഞാൻ ഈ ഒരു സെലക്ഷനെ പുറത്ത് ക്ലിക്ക് ചെയ്ത് ഒഴിവാക്കി. ദെൻ അതിനെ മൂവ് ടൂൾ ഉപയോഗിച്ച് മൂവ് ചെയ്യാൻ കുഡ് നോട്ട് കംപ്ലീറ്റ് യുവർ റിക്വസ്റ്റ് ബിക്കോസ് ദി ലെയർ ഇസ് ലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എറർ മെസ്സേജ് ആണ് വരുന്നത്. നമ്മൾ പഠിച്ചു മൂവ് ടൂൾ എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാനുള്ളതാണെന്നുള്ളത്. നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റ് വരച്ചിട്ടാണ് മൂവ് ചെയ്യാൻ പറ്റാത്തത്. ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ലോക്കാണ്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ലെയർ ബേസ്ഡ് ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ എങ്ങനെയാണ് ലെയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ലെയർ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ലെയർ എന്നുള്ളത് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം ലെയർ ക്രിയേറ്റ് ചെയ്യാൻ ആദ്യം ലെയേഴ്സ് എന്ന് പറയുന്ന ഒരു വിൻഡോ വേണം. വിൻഡോസിൽ പോയിട്ട് ലെയേഴ്സ് F7 ആണ് ഷോർട്ട് കട്ട്. ഞാൻ ഓൾറെഡി ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്താക്കുന്നു, ഈ ലെയേഴ്സിൽ പോയി. ഇതാണ് നമ്മുടെ ലെയർ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു പെട്ടിയാണ് ഈ ലെയേഴ്സ് എന്ന് പറയുന്നത്. ലെയർ നമുക്ക് രണ്ട് രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ന്യൂ ലെയർ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്ന്, ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഓരോ ഷേപ്പ് വരയ്ക്കുക, നമ്മൾ അങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കുന്ന ഓരോ ഷേപ്പിനും നമ്മൾ എന്ത് ചെയ്യുക, ലെയർ ഇട്ട് കൊടുക്കുക. ലെയർ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ലെയർ കിട്ടും. ലെയർ അവിടെ നിന്ന് ഇട്ടില്ലെങ്കിലും ഷിഫ്റ്റ് കൺട്രോൾ N അടിക്കുക. അതിന്റെ ഷോർട്ട് കട്ടാണ് ഷിഫ്റ്റ് കൺട്രോൾ N. ലെയേഴ്സിന്റെ ഷോർട്ട് കട്ട്, ന്യൂ ലെയറിന്റെ ഷോർട്ട് കട്ടാണ് ഷിഫ്റ്റ് കൺട്രോൾ N. കൺട്രോൾ N എന്ന് പറയുന്നത് ഒരു പേപ്പർ ഓപ്പൺ ചെയ്യാനും അതിന്റെ കൂടെ ഒരു ഷിഫ്റ്റ് കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെയർ ഓപ്പൺ ചെയ്യാനുള്ളത് വരും. ലെയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലെയർ എന്തായി അവിടെ വന്നു. ഇനി ഞാൻ സെലക്ഷൻ കൊടുത്തു. സെലക്ഷൻ കൊടുത്തിട്ട് കളർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കളർ എന്തായി, ആ ലെയറിലേക്ക്, ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ലെയറിലേക്ക് വന്നു. ഓക്കെ, അടുത്ത് ഞാൻ രണ്ടാമത്തെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് ഞാനൊരു സെലക്ഷൻ കൊടുത്തു. സെലക്ഷൻ എനിക്കൊരു ഗ്രീൻ കളർ ഫില്ല് ചെയ്യണം. ഗ്രീൻ കളർ ഞാൻ ഓൾട്ട് ബാക്ക് സ്പേസ് അടിച്ച് ഗ്രീൻ കളർ ഫില്ല് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ അടുത്തത് വീണ്ടും ഒരു സെലക്ഷൻ വരച്ചു. ഞാൻ അറിയാതെ എന്ത് ചെയ്തു, അതിലേക്ക് വീണ്ടും ഒരു കളർ ഞാൻ സെലക്ട് ചെയ്തു. പക്ഷേ ഞാൻ ലെയർ ക്രിയേറ്റ് ചെയ്തില്ല, ഇതിലേക്ക് കളർ കൊടുത്തു. ഓക്കെ, അപ്പോൾ കളർ കൊടുത്തു. സെലക്ഷന് ഞാൻ ഒഴിവാക്കി. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ കണ്ടോ, ഇത് ഒരുമിച്ചാണ് ഉണ്ടാവുക, മൂവ് ആവുക. ഓക്കെ, ഇപ്പോൾ ഇതിനെ എനിക്ക് വൈറ്റിനെ സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. സെപ്പറേറ്റ് ആയിട്ട് മൂവ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, കൺട്രോൾ ഓൾട്ട് Z അടിച്ച് ബാക്കിലേക്ക് വന്ന് സ്റ്റെപ്പ് ബാക്ക്വേർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് ബാക്കിലേക്ക് വന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് കളർ ഫില്ല് ചെയ്യാൻ. എന്നാൽ മാത്രമേ അതിനെ സെപ്പറേറ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മൂവ് ചെയ്യേണ്ട എല്ലാ ഒബ്ജക്റ്റുകളും എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ലെയറിൽ വരയ്ക്കുക. നമ്മൾ അങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കുന്ന എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ലെയറുകൾ ഇട്ടിട്ട് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ലെയർ നമ്മൾ കൊടുക്കുമ്പോൾ വ്യക്തമായിട്ട് നോക്കി ലെയർ പാലറ്റിൽ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് വർക്ക് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് ലെയർ ഇടാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ലെയർ കറക്റ്റായിട്ട് നോക്കുക, നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലെയറിലേക്ക് തന്നെയാണോ നമ്മൾ കളർ കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. എന്നിട്ട് മാത്രം വർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇപ്പോൾ ഈ ഇതിൽ കിടക്കുന്ന ഒന്നാമത്തെ ലെയർ എനിക്ക് സെലക്ട് ചെയ്യണം. അപ്പം നമ്മൾ സെലക്ഷൻ കിടക്കുന്നത് മൂന്നാമത്തെ ലെയറിലാണ്. എനിക്ക് ഒന്നാമത്തെ ലെയർ സെലക്ട് ചെയ്യണമെങ്കിൽ രണ്ട് മെത്തേഡിൽ സെലക്ട് ചെയ്യാം. ഒന്ന് ലെയറിൽ വന്നിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ലെയർ 1 ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഏത് ലെയർ ആണോ വേണ്ടത് ആ ലെയറിന്റെ മുകളിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് അടിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ലെയർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം ഞാൻ ഈ ഒരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിന് ഗ്രീൻ ലെയർ ആണ് എനിക്ക് സെലക്ട് ചെയ്യേണ്ടത് എങ്കിൽ ഞാൻ ഗ്രീനിന്റെ മുകളിൽ പോയിട്ടൊന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ ലെയർ 2, ലെയർ 1, ലെയർ 3 ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു വന്നു. കാരണം എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ ഇതിന്റെ മുകളിൽ അടിയിൽ ഈ ഇത്രയും ലെയർ വരാനുള്ള കാരണം ഈ ഗ്രീൻ ലെയർ എന്ന് പറയുന്ന ഏറ്റവും ടോപ്പിലാണ്, അതിന്റെ അടിയിൽ മറ്റേ ലെയർ ഉണ്ട്, അതിന്റെ അടിയിൽ വേറെ വൈറ്റ് ലെയറും കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണാനുള്ള റീസൺ. അപ്പൊ ഞാൻ ഇവിടെ വെച്ചിട്ടാണ് അത് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രം, കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഈ ലെയറിന്റെ അടിയിലുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കാണിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ച് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ 3 ഇവിടെ എന്താവും കാണിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ ക്ലിക്ക് ചെയ്ത് വരുമ്പോഴും നമ്മൾ ഏത് ലെയറിനെ വെച്ചാണോ ക്ലിക്ക് ചെയ്യുന്നത് ആ ലെയറാണ് ഇവിടെ ടോപ്പിൽ നമുക്ക് കാണിച്ചു തരിക. അതുകൊണ്ട് തന്നെ ആ ലെയറിനെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്ത് മൂവ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് ആ ലെയർ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഈ ഒരു മുകളിൽ കാണുന്ന ലെയർ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, ഒന്ന് താഴത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ, അതായത് ഈ ഗ്രീൻ ലെയറിന്റെ അടിയിലേക്ക് ആ വൈറ്റ് ആയി കിടക്കുന്ന ലെയർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിൽ ആ ലെയറിന് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്ന്, ഇവിടുന്ന് വലിച്ച് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രീൻ ലെയറിന്റെ അടിയിലേക്കായി വൈറ്റ് ലെയർ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ ഗ്രീൻ ലെയറിന്റെ അടിയിലാണ് ഇപ്പോൾ എന്തുള്ളത്, വൈറ്റ് ലെയർ ഉള്ളത്. ഞാൻ വീണ്ടും അതിലേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ ആ വൈറ്റ് ലെയർ ആ മജന്ത ലെയറിന്റെ പർപ്പിൾ ലെയറിന്റെ അടിയിലേക്ക് പോയി. ഓക്കെ, ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇത് മുകളിലേക്കും അടിയിലേക്കും വരാൻ ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. കൺട്രോൾ ഓപ്പൺ ബ്രാക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ ലെയർ അടിയിലേക്കും, ക്ലോസ് ബ്രാക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ ലെയർ മുകളിലേക്ക് വരും. ഇപ്പൊ ഞാൻ ഓപ്പൺ ബ്രാക്കറ്റ് അടിക്കുന്നു, ലെയർ അടിയിലേക്ക് വരുന്നുണ്ട്. ക്ലോസ് ബ്രാക്കറ്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെയർ മുകളിലേക്കും വരും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഈ ഒരു ലെയറിനെ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യാന്നുള്ളതാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ മൂവ് ടൂൾ എടുക്കുക. ലെയർ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ മൂവ് ടൂൾ എടുക്കണം. ലെയർ മൂവ് ടൂൾ എടുത്തു. ദെൻ എനിക്കിപ്പോൾ വേണ്ടത് ഗ്രീൻ ലെയർ ആണ്. ഇപ്പോൾ സെലക്ഷൻ കിടക്കുന്നത് ലെയർ 3യിലാണ്, വൈറ്റ് ലെയറിലാണ്. എനിക്ക് ലെയർ എന്ത് ചെയ്യണം, 3യിലേക്ക് മാറ്റണം. അതിനുവേണ്ടി ഞാൻ ലെയറിന്റെ മുകളിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് അടിച്ചു, ലെയർ 2 എന്ന് പറയുന്നത് സെലക്ട് ചെയ്തെടുത്തു. ദെൻ അതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ഇതേപോലെ ലെയർ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. ഓക്കെ, ഇനി അടുത്തത് നമ്മളൊരു ലെയർ കൊടുത്തു, സെലക്ഷൻ കൊടുത്തു, കളർ കൊടുത്തു. ഇനി ഈ ഒരു ഒബ്ജക്റ്റിനെ എങ്ങനെയാണ് ചെറുതാക്കുക, വലുതാക്കുക, റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് എഡിറ്റ് മെനുവിലുള്ള ഫ്രീ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. എഡിറ്റ് മെനുവിലുള്ള ഫ്രീ ട്രാൻസ്ഫോം, കൺട്രോൾ T ആണ് അതിന്റെ ഷോർട്ട് കട്ട്. എഡിറ്റ് മെനുവിലുള്ള ഫ്രീ ട്രാൻസ്ഫോം, കൺട്രോൾ T ആണ് അതിന്റെ ഷോർട്ട് കട്ട് വരുന്നത്. ഓക്കെ, ഞാനത് ട്രാൻസ്ഫോം എടുത്തു. അപ്പൊ നമുക്കൊരു കുറച്ച് പോയിന്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു പോയിന്റിൽ നമുക്കൊരു കോർണറിൽ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ചെറുതാക്കാനും, ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെറുതാക്കാൻ പറ്റും. ഇങ്ങോട്ടേക്ക് വലിച്ചു നീട്ടാൻ, ഇവിടുന്ന് ചെറുതാക്കാം. ഒരു കോർണറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ റൊട്ടേറ്റിന്റെ ഒരു ചിഹ്നം കിട്ടും. ആ റൊട്ടേറ്റിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. ഓക്കെ, ഇത് റൊട്ടേറ്റ് ഒക്കെ ചെയ്ത് ഓക്കെ ആണെങ്കിൽ തന്നെ അതിനൊരു ടിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ കീബോർഡിൽ എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെലക്ഷൻ നമുക്ക് അവിടെ ഒഴിവാകും. പിന്നെ നമുക്ക് അടുത്ത വർക്കുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് സബ് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ റൈറ്റ് ക്ലിക്ക് അടിക്കുക, കൺട്രോൾ T, എഡിറ്റ് മെനുവിലുള്ള ഫ്രീ ട്രാൻസ്ഫോം കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ഷേപ്പിൽ കൺട്രോൾ T അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഫ്രീ ട്രാൻസ്ഫോമിൻ്റെ തൊട്ട് താഴെ സ്കെയിൽ, റൊട്ടേറ്റ്, സ്ക്യൂ, ഡിസ്ട്രോട്ട്, പെർസ്പെക്റ്റീവ്, വാർപ്പ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. ഓരോന്നും നമുക്ക് നോക്കാം. അതിൽ ഫ്രീ ട്രാൻസ്ഫോം ആണ് നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നത്. ഫ്രീ ട്രാൻസ്ഫോം നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ നമ്മൾ സ്കെയിൽ മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ സ്കെയിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അടുത്തത് റൊട്ടേറ്റ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ദെൻ സ്ക്യൂ, ചെരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഡിസ്ട്രോട്ട്, ചെളിങ്ങ രൂപത്തിലേക്കൊക്കെ നമുക്ക് ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ദെൻ പെർസ്പെക്റ്റീവ്, 2 കോർണേഴ്സ് ഒരുപോലെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഒരുപോലെ ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റോഡൊക്കെ വരയ്ക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്തൊരു ഓപ്ഷനാണ് വാർപ്പ്. ഇത് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കേണ്ട ഒരു ഓപ്ഷനാണ്. നമുക്ക് വർക്കിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറേ ഷേപ്പുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലെയൊക്കെ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഷേപ്പൊക്കെ ആക്കി നമുക്ക് നമ്മളെ വർക്കിൽ എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, കൊണ്ടുപോയി വെക്കാനൊക്കെ പറ്റും.